കേരളത്തിലെ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും പരസ്പരം ഗ്രൂപ്പുണ്ടാക്കി അടി നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന് പ്രേരകമായി മാർക്കോ സിനിമയും RDX സിനിമയും പ്രേരക ഘടകം തന്നെയാണ്. സെൻസർ ബോർഡ് എങ്ങനെയാണ് ഇതിന് അനുമതി കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സെൻസർ ബോർഡ് അനുമതി ആ സിനിമ കണ്ടവരെയും കൂടെ പ്രതിയാക്കേണ്ടി വരും. കാരണം രാജ്യദ്രോഹകരമായ പ്രവൃത്തി തന്നെ ഈ മാർക്കോയും RDXും എന്ന രണ്ട് സിനിമ ചെയ്തു വച്ചിരിക്കുന്നത്. മാർക്കോയുടെ ഡയറക്ടർ അനീഫ് അദേനി, അതുപോലെ അതിൻ്റെ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദുമാണ്. അതിനകത്ത് നടൻ ഉണ്ണിമുകുന്ദനും സിദ്ദിഖും ജഗദീഷുമുണ്ട്. ഇത് നമ്മുടെ കുട്ടികളെ, നമ്മുടെ സമൂഹത്തെ കുട്ടികളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അവർ തമ്മിൽ കലഹിക്കുന്നതും അടിക്കുന്നതും റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രവണത എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് ഇവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഇത് ആർട്ടിക്കിൾ 21 വയലേഷനാണ്. റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, അന്തസ്സായി ഈ രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് അനുമതി നൽകുന്നതാണ് ഭരണഘടനയുടെ 21 വകുപ്പ്. അതിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി തമ്മിലടിപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ സിനിമ കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രയോജനം. ആർട്ടിക്കിൾ 25 അനുസരിച്ച് പബ്ലിക് ഓർഡറിന് എഗൻസ്റ്റാണ് ഈ സിനിമകൾ, മൊറാലിറ്റിക്ക് എതിരാണ്, ഹെൽത്തിനും എതിരാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 25 വയലേഷനാണ് മാർക്കോ സിനിമയും RDXും നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കോ സിനിമയുടെ ഡയറക്ടർ അനീഫ് അദേനിയെയും അതിൻ്റെ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദിനെയും അതിലെ ആക്ടേഴ്സായ ഉണ്ണിമുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷ് എന്നിവർക്ക് എതിരായി സംസ്ഥാന ഗവൺമെൻറ് കേസെടുക്കണം. ഈ ഫിലിം സെൻസർ ബോർഡ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തെന്ന് വിചാരിച്ചാൽ അതൊരു സംസ്ഥാനത്ത് അത് പ്രദർശിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് സമൂഹത്തിൻ്റെ പബ്ലിക് ഓർഡറിന് എതിരായിട്ട് കുട്ടികളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, അവർക്ക് പ്രേരണ കൊടുക്കുന്നതാണെങ്കിൽ അത് സർക്കാരിനെ പ്രൊഹിബിറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് RDX എന്നുള്ള സിനിമയും. ഇടിക്കേണ്ടത് എങ്ങനെയാണ്, വെട്ടേണ്ടത് എങ്ങനെയാണ്, കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് RDXൻ്റെ റൈറ്റ് കൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവർക്കത് പഠിക്കാം. ബാബു ആൻ്റണിയും നീരജ് മാധവനും ഷെയ്ൻ നിഗവും ഒക്കെ അഭിനയിച്ച അവരെയും ഈ കേസിനകത്ത് പ്രതിയാക്കണം. സമൂഹത്തെ മറ്റൊരു തലത്തിലേക്ക് പടച്ചുവിട്ട് അവർ അക്രമാസക്തമാകുന്ന സിനിമകൾ അത് പ്രദർശിപ്പിച്ചാൽ അതിൻ്റെ ഡയറക്ടറും സംവിധായകനും ആക്ടേഴ്സും പ്രതികളാകണം. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഈ രണ്ട് സിനിമയുടെ നിർമ്മാതാവിനെ, ആക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനും അതിൻ്റെ ഡയറക്ടേഴ്സിനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്ന കേസാണ്. അവർ ചെയ്ത കുറ്റം ഈ ഭരണഘടനാ ലംഘനം മാത്രമല്ല, അതിനകത്ത് പ്രൊമോട്ടിങ് എനിമിറ്റി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാൻ വേണ്ടി ഗ്രൂപ്പുകളായി തിരിച്ച് അടിയുണ്ടാക്കാൻ പ്രേരകമായ സാധനങ്ങൾ അവർ കൊടുത്തിരിക്കുകയാണ്. 153A ഭരണഘടനയുടെ ലംഘനം തന്നെയാണത്. അതുപോലെ തന്നെ അവർ ഈ പരസ്പരം അടിക്കാനുള്ള ഇൻസ്റ്റിഗേഷൻ കൊടുത്തിട്ടുണ്ട്. അത് 107 CRPC പ്രകാരം ഇൻസ്റ്റിഗേഷനാണ്. 302 ഇവിടെ കേസെടുത്ത് നമ്മൾ ഒരു കുട്ടിയെ, ഷഹബാസിനെ കൊന്നതിനകത്ത് ഇവരെയും കൂടെ ചേർക്കാം. കാരണം ആ ഇടി എല്ലാം നടത്തിയത് ഈ സിനിമ കണ്ട കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് ആ രണ്ട് സിനിമയുടെയും പ്രൊഡ്യൂസറിനെയും ഡയറക്ടേഴ്സും ആക്ടേഴ്സിനെയും ഈ കേസിനകത്ത് ഒരു പ്രേരക ഘടകമായിട്ട് വേണം എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പോലീസിന്, DGPക്ക്, ആഭ്യന്തര വകുപ്പിനും പ്രത്യേകമായ ഒരു കേസ് ഇവരുടെ പേരിൽ ഭരണഘടനാ ലംഘനപരമായ പ്രൊഡക്ഷൻ, അഭിനയം, പ്രേരണ ഇതൊക്കെ നടത്തിയതിനെതിരായിട്ട് എടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ രീതിയിൽ തന്നെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളിലുള്ള ഈ അക്രമവാസന അല്പം താഴ്ത്തി കൊണ്ടുവരാനും, അതുപോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗം കുറച്ച് കൊണ്ടുവരാനും, ഇവർ കാണിക്കുന്ന നഞ്ചക്ക് ഉപയോഗിച്ച് മനുഷ്യൻ്റെ തലക്കടിച്ച് കൊല്ലുന്നത് എവിടുന്നാണ് അവർക്ക് ഇങ്ങനെ ഒരു പ്രേരണ കിട്ടിയത്? നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു സംഭവങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കുട്ടികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും അത് ഫോട്ടോ എടുക്കുകയും അത് റീലായിട്ട് പരസ്പരം അവരവരുടെ ഇൻസ്റ്റഗ്രാമിൽ കൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേക ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ പ്രത്യേക റീൽസ് ഇട്ട് പ്രചരിപ്പിക്കുന്ന കാഴ്ച കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കാണ് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ താമരശ്ശേരിയിലുണ്ടായ ഷഹബാസിൻ്റെ കൊലപാതകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം. ഈ രണ്ട് സിനിമാ നിർമ്മാതാക്കളെയും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അതിൻ്റെ ഡയറക്ടേഴ്സിനെയും അതിലെ അഭിനേതാക്കളും അവരാണ് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ ഈ രീതിയിലേക്ക് മാറ്റി ചിന്തിപ്പിച്ചത്, ഈ രീതിയിലുള്ള അക്രമാസക്തരായത്. അത് ഭരണഘടനാ ലംഘനം തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. ആർട്ടിക്കിൾ 21 25 വയലേഷനാണ്.
അതുകൊണ്ട് സെക്ഷൻ 141, 142, 189, 189(1), 2 BNS പ്രകാരവും കുറ്റമാണ്. 146 റയറ്റിന് ആഹ്വാനം ചെയ്തത് ഇവർ തന്നെ. 191 ആണ് BNS പ്രകാരം. 148 IPC പ്രകാരം ആംഡ് വിത്ത് ഡെഡ്ലി വെപ്പനാണ്, കുട്ടികൾ നഞ്ചാക്കൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. 190 BNS പ്രകാരവും കുറ്റകരമാണ്. അതുകൊണ്ട് ഭരണഘടനയുടെ പ്രൊമോട്ടിംഗ് എൻമിറ്റി 151A പ്രകാരവും 107 CRPC പ്രകാരം കുറ്റകരമായതുകൊണ്ട് സർക്കാർ അടിയന്തരമായി കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സിനിമകളെല്ലാം നമുക്ക് ആവശ്യം. അത് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ അവരെ അക്രമാസക്തരാക്കുകയും ആ കുട്ടികളെ ക്രിമിനലായിട്ട് മാറ്റുകയും, ഇതൊക്കെയാണ് സിനിമയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അത് ഈ നാട്ടിൽ നടക്കുന്നതിന് തടസ്സമില്ല എന്ന് യുവാക്കളും പഠിച്ചു വളരുന്നതും മാനസികമായി ഉയർന്ന നിലവാരത്തിലെത്താത്ത ഈ കുട്ടികൾ ചെയ്യുന്ന കൃത്യത്തിന് പ്രേരകമായിട്ടുള്ള സിനിമകളായതുകൊണ്ട് അത് അടിയന്തരമായിട്ട് പ്രോഹിബിറ്റ് ചെയ്യുകയും അവർക്കെതിരായിട്ട് ക്രിമിനൽ നടപടിപ്രകാരം കേസെടുക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.